ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചോറിനൊപ്പം കഴിക്കാവുന്ന അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ്. മഴക്കാലമാണ്, പലവിധ അസുഖങ്ങളുണ്ടാകും. അപ്പോൾ പലരും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സമയമായിരിക്കും. അസുഖങ്ങൾ വരുമ്പോൾ വായ്ക്ക് ടേസ്റ്റ് ഇല്ല, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അപ്പോഴൊക്കെ കഴിക്കാവുന്ന അടിപൊളി ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. രസത്തിൽ കുരുമുളകും ഉപ്പും പുളിയും എല്ലാം ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. രസത്തിൻ്റെ കൂടെ ഒരു ഉണക്കമീനുണ്ടായാൽ ഊണ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് മീനൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഉണക്കമീൻ മാത്രമേ ശരണമുള്ളൂ. അപ്പോൾ ഉണക്കമീനും രസവും കൂട്ടി അടിപൊളി ഊണ് കഴിക്കാം. ഇവിടെ ഇപ്പോൾ രസം തയ്യാറായിട്ടുണ്ട്. ഈ രസം ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ രസം ഉണ്ടാക്കിയെടുക്കാം. ഇനി എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ്: 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ചെറിയ ജീരകം, 6-7 അല്ലി വെളുത്തുള്ളി. ഇവയാണ്. ഇവ ഒന്ന് ചതച്ചെടുക്കണം. കല്ലിൽ നന്നായി ചതച്ച് എടുക്കാം. രസം ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാകില്ല അല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ രസം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിന് ഒരു വലിയ തക്കാളി പഴുത്തത് ആവശ്യമാണ്. തക്കാളി പാത്രത്തിലേക്കിട്ട് അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1 സ്പൂൺ മുളക് പൊടി. ഇവയെല്ലാം വറുക്കാതെ തന്നെയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. പുളി ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു ചെറിയ ഉരുള പുളിയാണ് ചേർക്കുന്നത്. തക്കാളിയിലെ പുളിയും കൂടി ഉണ്ടാകുമല്ലോ, അപ്പോൾ പുളി കുറച്ച് മതിയാകും. മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ച പുളിയൊന്ന് പിഴിഞ്ഞതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. നന്നായി തന്നെ സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ കടുക്, ഉലുവ, 1 വറ്റൽമുളക്, കറിവേപ്പില എന്നിവ താളിച്ചൊഴിച്ച് 1 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്താൽ അടിപൊളി രസം ഇവിടെ തയ്യാറാണ്.